എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. മുഖ്യമന്ത്രി പിണറായി വിജയനും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനുമെതിരെ PV അൻവർ MLA മഞ്ചേരിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി കോടതിയിൽ PV അൻവർ MLAക്കെതിരെ ക്രിമിനൽ കേസ് ഫയൽ ചെയ്ത സാഹചര്യത്തിലാണ് PV അൻവർ MLA മറുപടിയുമായി രംഗത്ത് വന്നത്. താൻ ഉന്നയിച്ച ഒരു വിഷയങ്ങളിലും ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ആകെ ചെയ്തത് അജിത് കുമാറിനെ ഒരു കസേരയിൽ നിന്നും മറ്റൊരു കസേരയിലേക്ക് മാറ്റിയെന്നതു മാത്രമാണ്. കണ്ണിൽ പൊടിയിടാനാണ് P ശശി ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതെന്നും അൻവർ പറഞ്ഞു. DGP മുഖ്യമന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു. എന്നാൽ DGPയുടെ റിപ്പോർട്ടിൽ 3 അന്വേഷണം കൂടി പ്രഖ്യാപിക്കുക മാത്രമാണ് ചെയ്തത്. കസേരയിലേക്ക് മാറ്റിയെന്നതാണ്. മാത്രമല്ല, അതിൽ വലിയ കള്ളക്കളി ഗവൺമെൻറ് നടത്തിയത് ADGP അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് DGP നൽകിയ റിപ്പോർട്ട്. അദ്ദേഹത്തെ കൊണ്ട് അത് തിരുത്തിക്കാൻ ശ്രമം നടന്നു. അത് നടക്കാതെ വന്നപ്പോൾ അവസാനം ഗവൺമെൻറ് തന്നെ അദ്ദേഹത്തെ സ്ഥാനാചലനത്തിന് മാത്രം വിധേയമാക്കി. DGP കൊടുത്ത റിപ്പോർട്ടിൽ 3 അന്വേഷണം കൂടി പ്രഖ്യാപിച്ചു തൃശ്ശൂർ വിഷയത്തിൽ. അങ്ങനെ ആളുകളെ കണ്ണിൽ പൊടിയിട്ട് നിർത്തുകയാണ്. വലിയ ആവേശത്തോടു കൂടി പറഞ്ഞിരുന്ന CPI ഒന്നും കാണാൻ പോലുമില്ല. കാരണം ഇടതുപക്ഷ കക്ഷികൾ അത് ഏറ്റെടുത്തു. ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് പറഞ്ഞ CPIയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഏത് വഴിക്ക് പോയി എന്ന് കേരളത്തിലെ ജനങ്ങളിപ്പോൾ അന്വേഷിക്കുകയാണ്. അതോടൊപ്പം ഈ സ്വർണ്ണക്കള്ളക്കടത്ത് 150 കേസാണ് പോലീസ് പിടിച്ചതായിട്ട് റെക്കോർഡുള്ളതായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞത്. ഞാൻ കൊടുത്ത മൊഴിയിൽ അന്ന് പറഞ്ഞത് ഈ 150 പേരിൽ ഒരു 10 പേരെങ്കിലും വിളിച്ചിട്ട് ഇവർ ഈ സ്വർണം എങ്ങനെ കൊണ്ടുവന്നു, എങ്ങനെ എയർപോർട്ട് ക്രോസ് ചെയ്തു, എങ്ങനെ പോലീസ് പിടിച്ചു, എവിടേക്ക് കൊണ്ടുപോയി, എത്രയായിരുന്നു സ്വർണം, എത്രയാണ് കോടതിയിൽ കൊടുത്തത്, ഏത് തട്ടാൻ്റെ അടുത്തേക്കാണ് പോയത്, ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. പത്രക്കാരായ നിങ്ങളെ തന്നെ കൂട്ടിയിട്ട് ഒഫീഷ്യൽ അപ്രൈസർ എന്ന് പറയുന്ന ഉണ്ണി എന്ന് പറയുന്ന സ്വർണ്ണപ്പണിക്കാരൻ്റെ സ്വത്തുവകകൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നു. 2 വർഷം കൊണ്ടുണ്ടാക്കിയ ഒരന്വേഷണവും നടത്തിയിട്ടില്ല. എയർപോർട്ടിൽ പോയി രാത്രി 10 മണിക്ക് ശേഷം എയർപോർട്ട് പരിസരത്തെ കടകൾ തുറക്കാൻ പാടില്ല എന്ന അന്നത്തെ SP സുജിത് ദാസ് എന്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് 2 വർഷക്കാലത്തോളം ആ എയർപോർട്ട് പരിസരത്തെ കടകൾ മുഴുവൻ അടിപ്പിച്ച്, എയർപോർട്ട് നിങ്ങൾക്കറിയാം രാപ്പകൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് എയർപോർട്ട്. രാത്രി കാലങ്ങളിൽ നേരം വെളുക്കുന്നവരെ ഫ്ലൈറ്റ് ഉണ്ട്. 100 കണക്കിന് ജോലിക്കാരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിൻ്റെ മുഴുവൻ കാര്യങ്ങളും നടക്കുന്നത് രാത്രിയിലാണ്. ഇവരൊക്കെ പട്ടിണിയിലാക്കുന്ന ഒരു നിലപാടായിരുന്നു എടുത്തിരുന്നത്. ഈ കടകൾ, ഹോട്ടൽസ് ഒക്കെ അടച്ചിരുന്നു. ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. റിദാൻ ബാസിൽ കേസ് ഇന്ന് വരെ ഒന്നും ചെയ്തിട്ടില്ല. മാത്രമല്ല, ഞാൻ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമായിരുന്ന ആ കേസിനെ അട്ടിമറിക്കാൻ അജിത് കുമാറിൻ്റെ നിർദ്ദേശപ്രകാരം കേസ് പുനരന്വേഷണത്തിന് ഇടവണ്ണ പോലീസിൽ അപ്ലിക്കേഷൻ കൊടുത്ത് കോടതിയിൽ നിന്ന് ഒരു പെർമിഷൻ വാങ്ങി അതിനെ അട്ടിമറിച്ചു. ചേലക്കരയിൽ DMK നേട്ടമുണ്ടാക്കും. CPM-ൽ നിന്നും DMK-ക്ക് വോട്ടുകൾ ലഭിച്ചു. പാലക്കാട് CPM-ന് കനത്ത തിരിച്ചടി ഉണ്ടാകും. പാലക്കാട് BJP-യെ വിജയിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കരാർ എടുത്തിരിക്കുകയാണെന്നും അൻവർ ആരോപിച്ചു. പാലക്കാട് അതിൻ്റെ വലിയ തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് CPM-നെ സംബന്ധിച്ചിട്ട്. അപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി മാത്രം ഈ പറയുന്ന തലശ്ശേരി കണ്ണൂർ കോടതിയിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു. ഞങ്ങളിതാ ഒരു സ്റ്റെപ്പ് എടുത്തിരിക്കുന്നു. എന്താണ് ഇദ്ദേഹം പറഞ്ഞത്? P ശശി എന്താ പറഞ്ഞത്? ഈ തെരഞ്ഞെടുപ്പ് PV അൻവർ ഈ പറയുന്ന കള്ളക്കടത്ത് സംഘങ്ങളുടെ പിന്തുണയോടെയാണ് ഇത് നടത്തുന്നത്. ആരാണ് ഈ കള്ളക്കടത്ത് സംഘങ്ങൾ? അദ്ദേഹം വ്യക്തമാക്കട്ടെ. എന്താ വ്യക്തമാക്കാൻ മടി? PV അൻവറിന് പിന്നിലുള്ള കള്ളക്കടത്ത് സംഘമാരാണ്. ഒരാളെ പേര് പറയട്ടെ എന്ന്. അപ്പോൾ പുകമറ സൃഷ്ടിക്കുക. ഞാൻ അവസാനമായി പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിന് പോട്ടെ. കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇത്
സംശയമായിരുന്നെങ്കിൽ ഇന്ന് ഉറപ്പിച്ച് നിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് ഈ കള്ളക്കടത്തിനും ഈ കൊലപാതകത്തിനും ഈ ദുരോധാനത്തിൻ്റെയും പിന്നിൽ എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. കാരണം അജിത് കുമാറിന് ഞാൻ എതിരെ പറഞ്ഞ ഈ കാര്യങ്ങൾക്കപ്പുറം നിങ്ങൾക്കടക്കം തെളിവ് വന്നിട്ടുണ്ട്. തൃശൂർ പൂരം കലക്കിയ അജിത് കുമാറിനെതിരെ ശക്തമായി രംഗത്ത് വന്നിരുന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെയും CPIയെയും കാണാനില്ലെന്നും അൻവർ പരിഹസിച്ചു. ഇത് പാലക്കാട് ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. ഇപ്പോൾ ഈ പറയുന്ന EP-യുടെ വിഷയം നിങ്ങൾക്ക് വല്ലതും പിടികിട്ടിയോ? ആർക്കെങ്കിലും വല്ലതും പിടികിട്ടിയോ? എങ്ങനെയാണ് അദ്ദേഹം എഴുതാത്ത ജീവചരിത്രം പുറത്തു വന്നതെന്ന്? ആരാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത്? ആർക്ക് വേണ്ടിയാണ് ആ സ്റ്റോറി ഉണ്ടാക്കിയത്? ഞാൻ അന്ന് തന്നെ പറഞ്ഞു, ഈ പറയുന്ന വിഷയത്തിൽ ഇപ്പോൾ സരിനെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവന ഈ സമൂഹത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചർച്ചയാവണം. A+ വിഷൻ മഞ്ചേരി. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.